ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസാണ്. വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാൻ കഴിയുന്ന ഒരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ്. ക്യാരറ്റ് വേവിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നന്നായിട്ട് ക്യാരറ്റ് കഴുകിയെടുക്കുക, എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിൽ അടിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കസ്കസാണ്. കസ്കസ് ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കസ്കസിൽ ഉണ്ടാവുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുതിരാൻ വെക്കാം. ക്യാരറ്റ് ഞാൻ വേവിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ബദാം കുതിർത്ത് തൊലി കളഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുത്ത പാലാണിത്. ഇതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. മുഴുവൻ പാലും ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് സ്മൂത്തായിട്ട് അടിഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് ആദ്യം അടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആപ്പിൾ ഉണ്ട്, ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാതളം, അതും കുറച്ചുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതാക്കി അരിഞ്ഞ അണ്ടിപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.